ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി മലപ്പുറത്തെ മുണ്ടേരി ഫാം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. നമ്മുടെ വണ്ടി ഒരു പണി തന്നു കേട്ടോ. പിന്നെ അവിടെ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ആയിരുന്നു അത് പറ്റിയിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോയി കേട്ടോ. പിന്നെ വണ്ടി അവിടെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിയാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫാമിലേക്ക് എത്തി. ഇവിടെ അകത്തേക്ക് കയറാനായിട്ട് നമ്മളൊരു പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി കേട്ടോ. പിന്നെ ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ടായിരുന്നില്ല. എന്തോ കാടിനുള്ളിലൊരു വേറൊരു സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ സ്ഥലം അറിയാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അതുപോലെ അവിടെ ഇരിക്കാനായിട്ടൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെയോ മരങ്ങൾ വെച്ചിട്ട് തന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ 5 മണി വരെ എന്തോ അങ്ങോട്ടേക്ക് കയറാനായിട്ട് നമുക്ക് അത് കിട്ടത്തുള്ളൂ. പിന്നെ ഇനി അടുത്ത കൊല്ലം എന്തോ അത് ഓപ്പൺ ആവുള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു. ഇത്ര ദിവസം മാത്രം അത് അങ്ങനെ റെഡിയാക്കി കൊടുക്കണമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് മിസ്സായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് വരേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം നോക്കാം. ഇതിപ്പോൾ മുണ്ടേരി ഫാം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. അവിടെ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയും പല ഏരിയയിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് റൈഡിലൊക്കെ കയറാം. ഞങ്ങൾ തോണിയിൽ കയറിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് മാത്രമല്ല, എനിക്ക് വെള്ളവും ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അത് ഞാൻ ചേട്ടൻ്റെ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറങ്ങാനായപ്പോഴേക്കും അവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. സംഭവം കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോ അല്ല, നമ്മൾ കയറിയ സമയത്തുള്ള വീഡിയോ ആയിരുന്നു. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു. കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ കാണാനായിട്ട് പറ്റും. അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് സ്കൂളിലത്തെ കുട്ടികളൊക്കെ കുറച്ച് പേര് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോയപ്പോൾ ഇങ്ങനെ ക്യാമറ കണ്ടപ്പോൾ അതിൽ നോക്കിയിട്ട് ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. കവിത എനിക്കിഷ്ടം. ഷെനുവിന് കോളിഫ്ലവർ ചില്ലി വാങ്ങി കൊടുക്കാതെ തന്നെ ദേഷ്യമാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് ചെടികൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മളൊന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. പിന്നെ നേരത്തെ പറഞ്ഞത് കോളിഫ്ലവർ ചില്ലി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജ്ജി കംപ്ലീറ്റ് കഴിച്ചാൽ എനിക്ക് ചില്ലിയും കൂടി വാങ്ങിത്തരണം എന്നുള്ളത്, ചില്ലി ഗോബി കൂടി. പക്ഷേ എനിക്ക് വാങ്ങി തന്നില്ല, ഞാൻ പറ്റിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് തിരിച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ഒരു റൈഡിലും കൂടി കയറി. അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തേന്ന് ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറൊരു റൈഡിലൊക്കെ കയറിയായിരുന്നു.
അപ്പോൾ എന്തായാലും സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ചിരിച്ചിരിക്കുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞ് വാവിട്ട് കരയുന്നതാണ് ഞങ്ങൾ കാണാനായിട്ട് പോണത്. കണ്ടോ കാര്യണ്ടോ കണ്ട എല്ലാവരും ശനി നോക്കി ചിരിക്കണേ. എന്താ അങ്ങനെ അത് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ചാടി ഇറങ്ങി നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയൊക്കെ ശരിയായോ എന്ന് നോക്കി അതൊക്കെ തിരിച്ചെടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.